നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. The White Fang by Jack London. വീസൽ തൊണ്ടയിലേൽപ്പിച്ച മുറിവ് ഭേദമാവാൻ 2 ദിവസം എടുത്തു. ആ 2 ദിവസവും ചെന്നായ കുഞ്ഞ് ഗുഹയ്ക്ക് പുറത്തിറങ്ങിയില്ല. വീണ്ടും ഗുഹയ്ക്ക് പുറത്തിറങ്ങി. 3-ാം ദിവസം യാത്ര തുടങ്ങി. ഇത്തവണ പഴയ പോലുള്ള അബദ്ധങ്ങളൊന്നും പറ്റിയില്ല. കാരണം അനുഭവം അതാണല്ലോ ഏറ്റവും വലിയ ഗുരു. ഉയർച്ച താഴ്ചകൾ എന്താണെന്ന് മനസ്സിലായി. പാറയിലും കുറ്റിച്ചെടികളിലും ഒക്കെ തട്ടി മൂക്ക് വേദനിക്കാതെ യാത്ര ചെയ്യാൻ പഠിച്ചു. ആ യാത്രയിൽ പുഴക്കരയിലെത്തിയപ്പോൾ അവനെ പോലെ തന്നെ അമ്മയില്ലാതെ അരഞ്ഞു നടക്കുന്ന ഒരു ജീവിയെ കണ്ടു. വേറൊന്നും ആയിരുന്നില്ല, ആ വീസലിൻ്റെ കുഞ്ഞായിരുന്നു. പിന്നെ കുഞ്ഞിന് അധികം നേരം അരഞ്ഞടക്കേണ്ടി വന്നില്ല. ചെന്നായ കുഞ്ഞ് അവനെ അകത്താക്കി. വഴിതെറ്റാതെ തിരിച്ചു വീടെത്തുകയും ചെയ്തു. പിന്നെ ഈ യാത്ര എല്ലാ ദിവസവും തള്ള ഇരതേടി പോയാലുടനെ മകനും പുറത്തിറങ്ങും. പക്ഷേ ആദ്യത്തെ 2 ദിവസം പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയ ഇരകളല്ലാതെ കൂടുതൽ വേട്ടകളും ഒന്നും നടന്നില്ല. 7 ടാർമികൻ കുഞ്ഞും ആ വീസൽ കുഞ്ഞും, അതല്ലാതെ മറ്റ് ഇരകളെയൊന്നും പിടിക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ കുറേ കൂടിയൊക്കെ ധൈര്യം വന്നു. ആരെയൊക്കെ പേടിക്കണം, ആരെയൊക്കെ പേടിക്കണ്ട എന്നവന് മനസ്സിലായി. പരുന്തിനെ പോലുള്ള വലിയ ജീവികളെ കണ്ടാൽ പേടിക്കണം. ഇനി അത്ര വലുതല്ലെങ്കിലും വീസലിനെ പോലുള്ള ജീവികളെ കണ്ടാലും പേടിക്കണം. ഏതായാലും അവന് പ്രത്യേക ദേഷ്യമുള്ള 2 ജീവികളാണുള്ളത്. ഒന്ന് ടാർമികൻ പക്ഷി. കാരണം കുഞ്ഞുങ്ങളെ കിട്ടിയെങ്കിലും തള്ളയുടെ നിന്ന് അടിയും കിട്ടിയല്ലോ, അതിൻ്റെ ഒരു ദേഷ്യം എപ്പോഴും ഉണ്ട്. ടാർമികൻ പക്ഷിയെ കാണുമ്പോഴേ അവൻ ദേഷ്യം കൊണ്ട് മുരളും. കാര്യമൊന്നുമില്ല, അതുമല്ല മരത്തിൻ്റെ മണ്ടയിലും ആയിരിക്കും. മറ്റൊന്ന് ആദ്യമായി അവനെ പേടിപ്പിച്ച അണ്ണാൻ. അതിനെ കാണുമ്പോഴും അവന് ദേഷ്യം വരും. പക്ഷേ ഈ 2 പേരെയും പിടിക്കാൻ നിർവാഹമില്ലല്ലോ. ഒന്ന് പെട്ടെന്ന് മരത്തിൽ കയറും, മറ്റത് പറന്നു പോവും, അല്ലെങ്കിൽ അത് ഇരിക്കുന്നത് തന്നെ മരത്തിൻ്റെ മേലെ ആയിരിക്കും. ഏതാനും ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ അവൻ ഓർമ്മ വെച്ചതിന് ശേഷം ഒരു കാര്യം അറിയണം: വിശപ്പ്. സാധാരണതയിൽ തള്ളച്ചെന്നായ രാവിലെ പോയാൽ തിരിച്ചു വരുമ്പോൾ അവന് കഴിക്കാനുള്ള മാംസം ഉണ്ടാവും. പക്ഷേ പിന്നെ ചില ദിവസങ്ങളിൽ തള്ള ഒന്നും കൊണ്ടുവരാതായി. അതായത് വീണ്ടും ചെറിയൊരു ക്ഷാമകാലം കാട്ടിൽ ആരംഭിക്കുകയാണ്. ഇരപിടിയന്മാർക്ക് ഒന്നും കിട്ടുന്നില്ല. മുമ്പ് അത്തരം ഒരു ക്ഷാമകാലം വന്നതും അവൻ്റെ സഹോദരങ്ങളെല്ലാം ആ ക്ഷാമത്തിൽ മരിച്ചു പോയതൊന്നും ഇന്ന് അവൻ ഓർക്കുന്നില്ല. 1, അന്ന് തീരെ കുഞ്ഞായിരുന്നു. 2, നമ്മൾ മനുഷ്യരെ പോലെ അങ്ങനെ ഒരുപാട് പഴയ കാര്യങ്ങളൊന്നും അവർ ഓർത്ത് വയ്ക്കാറില്ല. ഒരു 3-4 ദിവസത്തെ വിശപ്പിന് ശേഷം ഒരു ദിവസം അവൻ്റെ അമ്മ അതുവരെ കാണാത്ത ഒരു ജീവിയുടെ കുഞ്ഞുമായിട്ടാണ് വരുന്നത്. അത് വേറൊന്നുമല്ല, ആ ലിൻസിൻ്റെ കുഞ്ഞായിരുന്നു. വാസ്തവത്തിൽ ലിൻസിൻ്റെ സാമീപ്യം ഒരു ഒറ്റച്ചെന്നായ ഇഷ്ടപ്പെടുന്നില്ല, ഒഴിവാക്കുകയാണ് ചെയ്യുക. കാരണം ലിൻസ് വളരെ അപകടകാരിയാണ് എന്ന് ചെന്നായക്കറിയാം. കൂട്ടമായിട്ടൊക്കെ പോയി അതിനെ ആക്രമിക്കാമെങ്കിലും ഒറ്റയ്ക്ക് റിസ്ക്കാണ്. പക്ഷേ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ച് ആ അമ്മ ആ ലിൻസില്ലാത്ത സമയം നോക്കി അതിൻ്റെ ഗുഹയിൽ കയറി അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു. അതിൽ ഒരെണ്ണത്തിനെ സ്വന്തം കുഞ്ഞിന് വേണ്ടി കൊണ്ടുവന്നു, ബാക്കിയുള്ളതിനെ അവിടെ വെച്ച് യഥാർത്ഥമാക്കി. ഇതൊന്നും നമ്മുടെ ഒറ്റക്കുഞ്ഞറിയുന്നില്ല. അവൻ മനസ്സിലാക്കിയത് ഇതുവരെ തിന്നാത്ത ഒരു തരം മാംസം. സാധാരണഗതിയിൽ അമ്മ കൊണ്ടുവരുന്നത് ഒന്നുകിൽ മുയൽ, അതല്ലെങ്കിൽ ടാർമികൻ പക്ഷി, ഇതൊക്കെ ആയിരിക്കും കൊണ്ടുവരിക. ഇന്നത് അവർ പ്രത്യേകതരം മാംസം. ഏതായാലും മാംസമാണല്ലോ, കഴിച്ചു. നല്ല വയറ് നിറഞ്ഞു. വയറ് നിറഞ്ഞാൽ അടുത്ത പണി ഉറങ്ങുക. അമ്മയുടെ ദേഹത്ത് തന്നെ ചാരി കിടന്നങ്ങനെ ഉറങ്ങുമ്പോഴാണ് പെട്ടെന്ന് അമ്മയുടെ ഒരു മുരൾച്ച കേട്ട് അവൻ ഉണരുന്നത്. അമ്മ വളരെ ദേഷ്യത്തിൽ മുരളുന്നു. അത്രയും ദേഷ്യത്തിൽ അമ്മ മുരളുന്നത് അവനവൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആ തള്ളച്ചെന്നായ തന്നെ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്രയും ശബ്ദത്തോടെയും ദേഷ്യത്തോടെയും മുരളുന്നത്. പ്രധാന കാരണം ആ ഗുഹയുടെ വാതിൽക്ക വന്ന് നിൽക്കുകയാണ് ലിൻസ്. അതിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച ചെന്നായോട് പകരം വെട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തു നിന്ന് അത് അതിൻ്റേതായ രീതിയിൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ചെന്നായ്ക്കളെപ്പോലും മുരളുമല്ലോ, അതിൻ്റെ ഒച്ച ഒരു വേറെ രീതിയിൽ. നമ്മുടെ പൂച്ചയൊക്കെ ദേഷ്യം വരുമ്പോൾ കരയുന്ന പോലുള്ള ഒരു ശബ്ദമാണ് അതുണ്ടാക്കുക. സാധാരണഗതിയിൽ ഒരു ലിൻസ് ഇരയുടെ മേലെ ചാടി വീഴാണ് പതിവ്. ഇവിടെ പക്ഷേ ഈ ഗുഹയ്ക്കകത്തോട്ട് നൂണ്ട് കയറണം.
അവിടെ തള്ളച്ചെന്നായിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി. ആ ഗുഹയ്ക്കകത്തേക്ക് നോണ്ട് കയറിയ ലിൻസിനെ അത് ചാടി അങ്ങോട്ട് ആക്രമിച്ചു. പിന്നെ രണ്ട് തള്ളകളും കൂടി ശക്തമായൊരു യുദ്ധമായിരുന്നു. ഇതിനിടയിൽ ഒരു തവണ നമ്മുടെ ഒറ്റക്കുഞ്ഞൻ അമ്മയെ സഹായിക്കാൻ പോയി. പക്ഷെ അമ്മ അവനെ തട്ടിമാറ്റി. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ ആ ലിൻസിൻ്റെ ഒരു കാലിൽ അവൻ കടിച്ചു തൂകി. ഒരു കണക്കിന് അത് തള്ളയ്ക്ക് രക്ഷയായി. കാരണം ലിൻസ് ആക്രമിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് പല്ലുകൊണ്ടും പിന്നൊന്ന് നഖം കൊണ്ടും. ചെന്നായക്ക് ആ ടെക്നിക്ക് അറിയില്ല. ചെന്നായക്ക് പല്ലുകൊണ്ട് മാത്രമേ ആക്രമിക്കാറിയുള്ളൂ. ഏതായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തള്ളകൾ രണ്ടും ഒന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ വന്നപ്പോൾ കുഞ്ഞ് ഏറ്റവും അടിയിലായി. പിന്നെ ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചും കൊടഞ്ഞും കടിച്ചും മാന്തിയും ഒക്കെ അതിന് ശേഷം അവരൊന്ന് സെപ്പറേറ്റഡായി. ആ സെപ്പറേറ്റ് ആയ സമയത്ത് ആ ലിൻസ് ഈ കുഞ്ഞിൻ്റെ മുതുകത്തേക്ക് കൈകൊണ്ടൊരു അടിയടിച്ചു. അത് പൂച്ചവർഗത്തിൽപ്പെട്ട ജീവികൾ അങ്ങനെ അടിക്കുമ്പോൾ കൈകൊണ്ട് അടിക്കുന്ന സമയത്ത് അതിൻ്റെ നഖം പുറത്തേക്ക് വരും. തീവ്രമായ മുറിവായിരിക്കും അവിടെ ഉണ്ടാവുക. ആ രീതിയിൽ നമ്മുടെ ഒറ്റക്കുഞ്ഞിൻ്റെ ഷോൾഡറൊക്കെ മുറിഞ്ഞ് നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായി. വീണ്ടും അവരാക്രമണം തുടങ്ങി. കുറച്ചു നേരം മുറിവിൻ്റെ വേദനയിൽ കരഞ്ഞുകൊണ്ടിരുന്നെങ്കിലും വീണ്ടും അവൻ ചാടി ആ ലിൻസിൻ്റെ ഒരു കാലിൽ കടിച്ചു തൂങ്ങി. അങ്ങനെ അമ്മയെ വീണ്ടും അവൻ ആ ഫൈറ്റിൽ സഹായിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആ തള്ള ലിൻസിനെ കൊന്നു. അപ്പോഴേക്കും അതും തീരെ അവശയായി. അതിൻ്റെ ജീവിതത്തിൽ അത് ഇത്രയും വലിയൊരു ഫൈറ്റ് നടത്തിയിട്ടില്ല. ഏകദേശം ഒരാഴ്ച പിന്നെ തള്ളച്ചെന്നായ ഗുഹയ്ക്ക് പുറത്തു പോയില്ല. കാരണം നടക്കാൻ വയ്യ. തൊട്ടടുത്തുള്ള അരുവിയിൽ പോയി വെള്ളം കുടിക്കുക, തിരിച്ചു വരിക. പിന്നെ കഴിക്കാൻ ഭക്ഷണം ലിൻസ് അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഇറച്ചി ഒരാഴ്ച കൊണ്ട് അമ്മയും മകനും കൂടി അകത്താക്കി. പിന്നീട് തള്ള ഭക്ഷണം തേടി പോകുമ്പോൾ കുഞ്ഞു ചെന്നായിയും കൂടെ പോകാൻ തുടങ്ങി. അങ്ങനെ അവൻ വേട്ടയുടെ ബാലപാഠങ്ങൾ ഒക്കെ അമ്മയിൽ നിന്ന് അഭ്യസിക്കുകയാണ്. ഒപ്പം അവൻ പണ്ട് നമ്മൾ പറഞ്ഞ കാടിൻ്റെ നിയമം അവൻ തന്നെ മനസ്സിലാക്കുകയാണ്. കാട്ടിൽ ജീവിക്കണമെങ്കിൽ ഒറ്റ നിയമമേ ഉള്ളൂ: ഈറ്റ് ഓർ ബി ഈറ്റഡ്. തിന്നുക അല്ലെങ്കിൽ തിന്നപ്പെടുക. ഒന്നുകിൽ നമ്മൾ മറ്റു വല്ല ജീവിയെയും തിന്നണം, അതല്ലെങ്കിൽ മറ്റു വല്ല ജീവികളും നമ്മളെ തിന്നും. മറ്റുള്ളവർ നമ്മളെ തിന്നാതെ നോക്കുക എന്നുള്ളതാണ് കാട്ടിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. നമ്മളെക്കാൾ വലിയ ജീവികളെ കണ്ടാൽ നമ്മൾ കഴിയുന്നതും ഒഴിഞ്ഞു മാറുക, ഓടി രക്ഷപ്പെടുക. അമ്മയുടെ കൂടെ നടക്കുമ്പോൾ അവൻ മറ്റൊരു കാര്യം മനസ്സിലാക്കുകയാണ്: അമ്മയ്ക്കൊന്നിനും പേടിയില്ല. അമ്മയുടെ കൂടെ നടക്കുമ്പോൾ ആരെയും പേടിക്കേണ്ട. അങ്ങനെ സർവശക്തയായ അമ്മയുടെ തണലിൽ അവൻ കാട്ടിലെ നിയമങ്ങളുമൊക്കെ പഠിച്ച് വളരുകയാണ്.